السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ആവർത്തിച്ചോർമ്മിപ്പിക്കുന്ന കാര്യമാണ് വ അഖീമുസ്സലാഹ വ ആതുസ്സകാത്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യണം. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. നോമ്പിൻ്റെ പവിത്രതയെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമെല്ലാം വിശദമായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ഒരു മനുഷ്യന്റെ നോമ്പിലൂടെ അയാൾ നേടിയെടുക്കേണ്ടതായ സംസ്കരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സാധാരണ റമദാനുമായി ബന്ധമുള്ള ഒന്നല്ലെങ്കിലും പരിശുദ്ധ റമദാൻ ദാനധർമ്മങ്ങളുടെ മാസമായതുകൊണ്ട് തന്നെ റമദാൻ വന്നെത്തുമ്പോൾ സകാത്തുമായി ബന്ധപ്പെട്ട് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ആ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യൽ സ്വാഭാവികമാണ്. നോമ്പ് പോലെ, നമസ്കാരത്തെ പോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ് അസ്സകാത്ത്. അള്ളാഹു നിർബന്ധമാക്കിയ പാവപ്പെട്ടവന്റെ അവകാശം തന്റെ ധനത്തിൽ നിന്ന് എടുത്തത് അതിന്റെ അവകാശികൾക്ക് നൽകുകയെന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അനവധി ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വഅഖീമുസ്സലാത വആതുസ്സകാത്ത്, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യണമെന്നുള്ള വചനം കേൾക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാകുകയില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി ഹദീസുകളിലൂടെ സകാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു.
സകാത്ത് അനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേട്ടം മാത്രമാണ്. وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയതായ സക്കാത്ത്, അത് അള്ളാഹു നിങ്ങൾക്ക് ഇരട്ടിപ്പിച്ചു തരുന്നതായ ഒരു ദാനധർമ്മമാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കാകുന്നു അള്ളാഹു ഇരട്ടിപ്പിച്ചു നൽകുന്നത്, അത് പ്രതിഫലമാണെങ്കിലും സമ്പത്താണെങ്കിലും. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഒരു അനുവാദം എടുത്തിരിക്കുന്നു. ആരാണോ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത് അള്ളാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ്. ഇന്ന അദാബി ലശദീദ്, അത് അങ്ങേയറ്റം കഠിനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റബ്ബൊരു മനുഷ്യന് നൽകിയ സമ്പത്തിൽ അവൻ കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ് അള്ളാഹു നിശ്ചയിച്ചതായ പാവപ്പെട്ടവന്റെ അവകാശം അത് അതിന്റെ അവകാശികൾക്ക് നൽകുകയെന്നുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, നിങ്ങൾ അനുഷ്ഠിക്കുന്ന ദാനധർമ്മങ്ങൾ ഒരിക്കലും തന്നെ സമ്പത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല, വർധനവ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അൻബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബഹ വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നൽകുന്നതായ ഓരോ ദാനധർമ്മവും അതിലേറ്റവും പ്രതിഫലം ലഭിക്കുന്നത് നിർബന്ധമായ ദാനധർമ്മത്തിനാണ്. ആ ഓരോ ദാനധർമ്മവും 700 ഇരട്ടിയല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇനിയും വർദ്ധിപ്പിച്ചു നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനം അവസാനിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സകാത്ത് കൃത്യമായി കണക്കാക്കിയത് അതിന്റെ അവകാശികൾക്ക് നൽകണം. നൽകുന്നവർക്ക് നേട്ടം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അവരെ രക്ഷിക്കും. ബാദിറു ബിസ്സദഖതി ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹാ. ദാനധർമ്മങ്ങളിൽ നിങ്ങൾ ഉത്സാഹം കാണിക്കുക, കാരണം അപകടങ്ങൾ, പ്രയാസങ്ങൾ ദാനധർമ്മത്തെ മുൻകടക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ഇംറിഇൻ ഫീ ളില്ലി സദഖതിഹി യൗമൽ ഖിയാമഹ. അന്ത്യദിനത്തിൽ ഓരോ മനുഷ്യനും ലഭിക്കുന്ന തണലിന്റെ അളവ് അവൻ അനുഷ്ഠിക്കുന്ന ദാനധർമ്മത്തിന്റെ അളവാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ദാനധർമ്മത്തിന്റെ തണലിലായിരിക്കും ഓരോ മനുഷ്യരും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാവപ്പെട്ടവന്റെ അവകാശമായി നിർണയിച്ച ആ വിഹിതം അത് നാം നൽകിയില്ല എങ്കിൽ കാര്യം വളരെ ഗൗരവപരമാണ്. ഒരുപക്ഷെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പോലും പുറത്തു പോകാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുന്നു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിധിയായി കാത്തു സൂക്ഷിക്കുകയും അതിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചതായ പാവപ്പെട്ടവന്റെ അവകാശം നൽകാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതികഠിനമായ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് താക്കീത് നൽകുക, അവർക്ക് ശിക്ഷയാണുള്ളത് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. സഹിക്കാൻ കഴിയുകയില്ല മനുഷ്യന്. അവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര കഠിനമായ ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് നൽകാത്ത ആളുകളെ വിമർശിക്കുന്നു. വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമah. അല്ലാഹു തന്റെ ഔദാര്യത്തിൽ നിന്ന് സമ്പത്ത് നൽകിയിട്ട് ഒരു ചെറിയ വിഹിതം പാവപ്പെട്ടവൻ ഒരു വർഷത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നവർ, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പിശുക്ക് അവരുടെ ഗുണത്തിനാണ് എന്ന് കരുതേണ്ടതില്ല, അതവരുടെ ദോഷത്തിനാണ്. ആ പിശുക്ക് കാണിച്ച ധനം അവരെ അണിയിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നു.
ഒരു മനുഷ്യന്റെ അവകാശം നിങ്ങൾ എടുത്താലും ചോദിക്കുന്നത് പോലെയായിരിക്കുകയില്ല. പാവപ്പെട്ട പ്രയാസപ്പെടുന്ന അശരണരായ, ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത പാവപ്പെട്ടവന്റെ അവകാശം തന്റെ ധനത്തിൽ നിന്ന് നൽകാതെ പിടിച്ചു വെക്കുന്ന ബഖീലായ, പിശുക്കരായ മനുഷ്യനോട് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ ഇല്ലാ മുസ്തില ലഹു ഇല്ലാ സുഫിഹത് ലഹു യൗമൽ ഖിയാമത്തി സഫായിഹ മിൻ നാരിൻ ثم يكوى بها جباههم وجنوبهم. അന്ത്യദിനത്തിൽ അവർ സകാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച സ്വർണവും വെള്ളിയും അങ്ങനെയുള്ള ധനവും അത് ലോഹത്തിന്റെ ഫലകങ്ങളാക്കി ചൂളക്ക് വെച്ച് നെറ്റിത്തടങ്ങളിലും പാർശ്വഭാഗങ്ങളിലും പൊള്ളലേൽപ്പിച്ച് ഇത് നീ നിനക്ക് വേണ്ടി കരുതി വെച്ച് നിന്റെ ധനമാണ് എന്ന് പറയുന്ന ദിവസം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ മിൻ റജുലിൻ ആതാഹു അല്ലാഹു മാലൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഒരു മനുഷ്യൻ അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് ധനം നൽകി, ലാ യുഅതി മിൻഹാ സകാതഹ, അതിൽ നിന്ന് അവൻ അതിന്റെ സകാത്ത് അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ ഇല്ലാ മുസ്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറ, അന്ത്യദിനത്തിൽ കഠിനമായ ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ ആ ധനം അവന്റെ അരികിലേക്ക് വരും. വയുതവഖൂന ബിഹി, അതവന്റെ കഴുത്തിൽ അണിയിക്കപ്പെടും, അതവനെ കൊത്തിക്കൊണ്ടിരിക്കും. അവനോട് പറയും, അനമാലുക വഅന കൻസുക, നീ എടുത്തു വെച്ച നിന്റെ ധനമാണ്, അനുഭവിച്ചോ എന്ന് അന്ത്യദിനത്തിൽ പറയപ്പെടുമെന്ന. സഹോദരങ്ങളെ, സകാത്ത് അത് കൃത്യമായി അതിന്റെ കണക്ക് കൂട്ടി അത് അതിന്റെ അവകാശികൾക്ക് നൽകുകയെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യമാണ്. അശ്രദ്ധയോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകേണ്ട ഒന്നല്ല. നിസാബെത്തിയ ധനം 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ ധനം തന്റെ കയ്യിലുണ്ടെങ്കിൽ നിസാബുണ്ട്. ആ നിസാബെത്തിയ മനുഷ്യൻ ഓരോ ഹിജ്റ വർഷക്കാലം പൂർത്തിയാകുമ്പോഴും തന്റെ കയ്യിലുള്ള മുഴുവൻ കറൻസി എത്രയുണ്ട്, സ്വർണം എത്രയുണ്ട്, വെള്ളി എത്രയുണ്ട്, ഇതൊക്കെ കണക്ക് കൂട്ടി ഓരോന്നിന്റെയും നിസാബെത്തിയിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കി അതിൽ നിന്ന് 2.5% അള്ളാഹു നിശ്ചയിച്ച പാവപ്പെട്ടവന് നൽകണം. അത് നൽകിയില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ സമ്പത്തിൽ പടച്ച റബ്ബ് പാവപ്പെട്ടവന് കൊടുക്കണേ എന്ന് പറഞ്ഞേൽപ്പിച്ച അവകാശം നൽകാതെ പിടിച്ചു വച്ചാൽ മുഴുവൻ ധനവും നശിച്ചു, ഹറാമായി തീർന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യദിനത്തിൽ ആ തീയിന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യം ഒരാൾക്കും സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സകാത്ത് തന്റെ ധനത്തിൽ നിന്ന് എത്രയെങ്കിലും എടുത്ത് സകാത്തിന്റെ പൈസയാണ് എന്ന് പറഞ്ഞു നൽകലല്ല സകാത്ത് എന്ന് പറയുന്നത്. മറിച്ച് കൃത്യമായ കണക്ക് കൂട്ടി അതിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച വിഹിതം, അള്ളാഹു നിശ്ചയിച്ച അവകാശികൾക്ക് നൽകുന്നതിനാണ് സകാത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസമാണ്, ദാനധർമ്മങ്ങളുടെ മാസമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മനസ്സറിഞ്ഞ് നൽകിക്കൊള്ളുക. അള്ളാഹു ദുനിയാവിലും തരും, ആഖിറത്തിലും തരും. നൽകുന്നവർക്ക് അള്ളാഹുവെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് ഓരോ ദിവസവും ഒരു മലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മടിയും കാണിക്കേണ്ടതില്ല. എത്ര പാവപ്പെട്ടവനാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിസ്സാരമായ ഒന്ന് റബ്ബിന്റെ മാർഗത്തിൽ നൽകുകയാണെങ്കിൽ പോൽ ഒരു ധനികൻ എത്ര നൽകുന്നുവോ അതുപോലെ തന്നെയാണ്. കാരണം ഓരോരുത്തരുടെയും സമ്പത്തിൽ നിന്ന് എത്ര തോതാണ് നൽകുന്നത് എന്നതിനനുസരിച്ചാണ് അള്ളാഹു കണക്കാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദാനധർമ്മങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ ഏറെ മഹത്വമുള്ളതാണ്. ധാരാളമായി നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വർദ്ധിപ്പിച്ചു തരും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അജ്വദൻ നാസ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു, ദാരിദ്ര്യത്തെ ഭയപ്പെടാതെ നൽകിയിരുന്ന ധർമ്മിഷ്ഠനായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ, ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നത് പരിശുദ്ധ റമളാൻ മാസത്തിലാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചിലവഴിച്ചു കൊള്ളുക. പാവപ്പെട്ടവർക്കും അഗതികൾക്കും അനാഥകൾക്കും തണലാകാൻ വേണ്ടി ഓരോ മുഅ്മിനും പരിശ്രമിക്കുക, അതിൽ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.